നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേടനെ കുറിച്ചാണ്. വേടന്റെ പുതിയ ഒരു ആൽബമായ 10 തല രാവണനെ കുറിച്ചാണ് ഈ പാട്ടിൽ കൂടി പറയുന്നത്. ഇതൊരു രാവണൻ, അതായത് ശ്രീലങ്ക ബേസ് ചെയ്തുള്ള ഒരു ആൽബമാണ്. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സാധാരണ രാവണൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആരാണ്? ശ്രീരാമനാണ്. ശ്രീരാമനാണ് ഇന്ത്യയിൽ ഹീറോ, രാവണൻ വില്ലനും. പക്ഷെ എന്നാൽ ശ്രീലങ്കയിൽ അത് നേരെ തിരിച്ചാണ്. ശ്രീലങ്കയിൽ രാവണനാണ് അവരുടെ ഹീറോ. ഈ ആൽബത്തെക്കുറിച്ച് വേടൻ തന്നെ പറയുകയുണ്ടായി, ഇതൊരു രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു ആൽബമായിരിക്കും. അത്രത്തോളം ചർച്ചകൾ നടക്കുമെന്ന് അറിയില്ല, കാരണം ഇതത്രത്തോളം വഷളാവാൻ സാധ്യത കൂടുതലാണ് എന്നാണ് വേടൻ തന്നെ പറയുന്നത്. രാവണനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണ്ടേ. ശ്രീരാമന്റെ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയ വ്യക്തി എന്ന നിലയിലാണ് ഇന്ത്യയിൽ പുരാണങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് പിള്ളേരെ മുമ്പിൽ രാവണൻ ഒരു ഹീറോയായിട്ടാണ് കാണുന്നത്. പല വാട്സപ്പ് സ്റ്റാറ്റസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, സീതയെ കാട്ടിലുപേക്ഷിച്ചു പോയ ശ്രീരാമനല്ല എൻ്റെ ഹീറോ, സീതയെ നെഞ്ചോട് ചേർത്ത രാവണനാണ് എൻ്റെ ഹീറോ എന്നാണ് പല ഇപ്പോഴത്തെ 2K പിള്ളേർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ അതായത് 90s കിഡ്സ്, അവരുടെയൊക്കെ അറിയാം, അവരൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ കണ്ട വ്യക്തികളാണ്. ചരിത്രം കണ്ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ പണ്ട് ടെലിവിഷന്റെ ആരംഭം കണ്ടു, CD TV പോലുള്ള അങ്ങനെയുള്ള കാലങ്ങളുടെ ആരംഭം കണ്ടു, മൊബൈൽ ഫോണുകളുടെ ആരംഭം കണ്ടു. ആ കാലത്ത് നമ്മൾ ഒരു സീരിയൽ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പ്രോഗ്രാം കാണണമെങ്കിൽ പലരുടെയും വീടുകളിൽ പോയി കണ്ടുകൊണ്ടിരുന്ന പരിപാടിയാണ് ജയ് ഹനുമാൻ, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ, ഓം നമ ശിവായ, ഇങ്ങനെയുള്ള രാമായണം, ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കാണാൻ ഐതിഹ്യമായി പോയി ഒരുപാട് കാലങ്ങളിൽ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് അല്ലേ. വേടന്റെ പുതിയ ആൽബത്തെക്കുറിച്ച് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഭയങ്കര അധികം രാഷ്ട്രീയമായി കോൺട്രവേഴ്സി ഉണ്ടാകും. ഇതിന് വരുന്ന എല്ലാ ഭവിഷ്യത്തും പുള്ളി തന്നെ നേരിടാൻ തയ്യാറായിക്കൊണ്ടാണ് ഇങ്ങനൊരു ആൽബം പുള്ളി തയ്യാറാക്കിയത്. ഇത് പറയുകയുണ്ടായത് ഒരു സോഷ്യൽ മീഡിയ ചാനലിന് വേണ്ടി അഭിമുഖം കൊടുക്കുന്നതിന്റെ ഇടയിലാണ്. 90s കിഡ്സ് കണ്ടുവന്ന ഒരു ചരിത്രവും 2K കിഡ്സ് ഇപ്പോൾ കണ്ടിട്ടില്ല. അവർക്ക് ഈ കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരാം. പക്ഷേ ഒരു കാലങ്ങളിൽ നമ്മൾ ഇതൊരു സൂപ്പർ ഹീറോ ആയി കണ്ടുകൊണ്ട് നടന്ന ആളുകളാണ്. ചർച്ചയിൽ നിന്നും വഴി മാറിപ്പോകുന്നു എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ പല ആളുകൾക്കും ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ ചരിത്രം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ആ രീതിയിലാണ്. ഇത് മറ്റൊരു രാജ്യത്ത്, അതായത് ശ്രീലങ്ക പോലെയുള്ള രാജ്യത്ത് അവിടെ ഇറങ്ങുമെങ്കിലും വേടന്റെ പാട്ടായതുകൊണ്ട് അത് ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന കോൺട്രവേഴ്സിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.